സാറേ എനിക്ക് കൊമേഴ്സ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ഞാൻ മാത്സിൽ വലിയ പുലിയൊന്നും അല്ല, കൊമേഴ്സിൽ മൊത്തം മാത്സ് ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. വല്ല സത്യമുണ്ടോ സാറേ ഇതിൽ? എന്താണ് ചെയ്യേണ്ടത്? എടാ, ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്. 2 മിനിറ്റ് അതിനുവേണ്ടി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് 2 മിനിറ്റ് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് കൊമേഴ്സ് എടുക്കാൻ താല്പര്യമുണ്ട്, എന്നാൽ മാത്സിൽ നിങ്ങൾ അത്ര എക്സലന്റ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം കൊമേഴ്സിൽ അങ്ങനെ വലിയ രീതിയിലുള്ള മാത്സ് ഇല്ല. എന്ന് വെച്ച് മാത്സ് ഇല്ല എന്നല്ല കേട്ടോ, ഒട്ടും ഇല്ല എന്നല്ല. ബേസിക് ആയിട്ടുള്ള അഡീഷൻ, കൂട്ടാൻ അറിയണം, കുറയ്ക്കാൻ അറിയണം, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയണം, പെർസെൻറ്റേജ്, ശതമാന കണക്കുകൾ അറിയണം. അങ്ങനെ ചെറിയ ഒരുപാട് മാത്സ് ഉണ്ടല്ലോ, അതൊക്കെ കൊമേഴ്സിലെ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നുമില്ല, മാത്സിൽ 0, അതായത് A+ പോട്ടെ, D+ ഒന്നുമില്ല, 0 രീതിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ കൊമേഴ്സ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കില്ല. എന്നാൽ അത്യാവശ്യം ഒരു ആവറേജ്, നമ്മുടെ മാത്സിൽ ഒരു ആവറേജ് ആണ്, എക്സലന്റ് ഒന്നല്ല, ഒരു ആവറേജ് ആണെങ്കിൽ കൂടി കൊമേഴ്സ് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. കൊമേഴ്സിൽ ഒരു പ്രശ്നമില്ല. കാരണം ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതിന് ചിലപ്പോൾ കാൽക്കുലേറ്റർ, പല എക്സാംസിനും കാൽക്കുലേറ്റർ അലൗഡ് ആണ്. ഈവൻ +1 +2 കൊമേഴ്സിൽ എന്താണ്, കാൽക്കുലേറ്റർ അലൗഡ് ആണ്. അപ്പൊ ഞാൻ ഇപ്പോഴും ഒന്നുകൂടി പറയുന്നു, നിങ്ങൾക്ക് മാത്സിൽ 0 ലെവൽ ആണെങ്കിൽ കൊമേഴ്സിലോട്ട് വരണ്ട. ഓക്കെ, എന്നാൽ മാത്സ് ഓൾറെഡി ഓക്കെ ആണ്. അതായത് അത്യാവശ്യമൊക്കെ അറിയാം, ഈ ബേസിക്സ് ഒക്കെ എനിക്ക് സെറ്റ് ആണ്. പക്ഷെ ഇനി വലിയ കാൽക്കുലേഷൻ പോകുമ്പോഴാ പ്രശ്നം. അത്തരം പ്രശ്നം എന്താ? സയൻസിലൊക്കെ എന്താ ശരിയാ, സയൻസിലെ മാത്സിലൊക്കെ അത്യാവശ്യം നല്ല കാൽക്കുലേഷൻ ഉണ്ടാവും അല്ലെ. എഞ്ചിനീയറിംഗ് ലെവലിലോട്ടായിരിക്കും നിങ്ങൾ ആ സയൻസ് മേഖലയിലോട്ട് പോവുക. അത്തരം മാത്സ് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ കൊമേഴ്സ് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. കാരണം കൊമേഴ്സിലെ അക്കൗണ്ടൻസി, ലോജിക്ക്, നിങ്ങളുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ബിസിനസ്, ഇപ്പൊ തന്നെ അക്കൗണ്ടൻസി ആണെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എൻട്രി മനസ്സിലാക്കി പഠിപ്പിക്കാൻ എജ്യൂപോർട്ട് ഉണ്ട് കേട്ടോ. എജ്യൂപോർട്ട് കൊമേഴ്സ് ഉണ്ട്, ബെസ്റ്റ് കൊമേഴ്സ് കേരളത്തിൽ നിങ്ങൾക്ക് എജ്യൂപോർട്ട് കൊമേഴ്സ് ഉണ്ട്. പിന്നെ എന്താ, നല്ല ക്ഷമയോടെ പഠിച്ചാൽ മാത്രം മതി, അക്കൗണ്ട്സ് സെറ്റ് ആക്കാം, എല്ലാത്തിനും സെറ്റ് ആക്കാൻ നമുക്ക് ഫാക്കൽറ്റീസ് ഉണ്ട്. സോ കൊമേഴ്സ് നിങ്ങളൊരു ഓപ്ഷനായി മനസ്സിൽ കാണുന്നുണ്ട് ഇപ്പം. പക്ഷേ മാത്സ് പേടിച്ചിട്ടാണ്, മാത്സിൽ വലിയ സ്കോർ ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഒരു മടിയെങ്കിൽ അത് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. നമ്മൾ കൊമേഴ്സ് എടുക്കുമ്പോൾ മാത്സ് ഓപ്ഷൻ എന്നൊരു കൊമേഴ്സ് ഉണ്ട്, അതെടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ നല്ല അഡ്വാൻസ്ഡ് മാത്സ് പഠിക്കേണ്ടി വരും. അപ്പോ കൊമേഴ്സിന്റെ ഓപ്ഷൻ എടുക്കുമ്പം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് ഉണ്ട്, അതുപോലെ പൊളിറ്റിക്സ് പഠിക്കുന്ന കൊമേഴ്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്. ഇതിൽ മാത്സ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മാത്സ് നന്നായിട്ട് പഠിക്കേണ്ടി വരും. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിലും അത്യാവശ്യം മാത്സ് ഉണ്ട്. അപ്പൊ മാത്സ് പേടിയുള്ള ആളുകൾ ഈ മാത്സ് കൊമേഴ്സ് ഒഴിവാക്കുക. ഓക്കെ, പക്ഷെ ബേസിക് മാത്സിൽ എപ്പോഴും നിങ്ങൾ സെറ്റ് ആയിരിക്കുക. അക്കൗണ്ട്സിലൊക്കെ നമുക്കത് ആവശ്യം വരും. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഞാനല്ലേ നിങ്ങളെ സെറ്റ് ആക്കി തരാൻ. ഓക്കെ, എന്റെ പേര് അജിത് കുമാർ, കുമാറിയ എന്ന് വിളിക്കും. അക്കൗണ്ടൻസി ഫാക്കൽറ്റിയാണ് എജ്യൂപോർട്ട് കൊമേഴ്സിലെ. നമ്മൾ ഒരുമിച്ച് അടിച്ചു പൊളിച്ച് അടുത്ത 2 വർഷം പഠിക്കും. പെട്ടെന്ന് നമ്മുടെ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. നമ്മൾ എന്ത് ചെയ്യും, എജ്യൂപോർട്ടിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് കിട്ടിയ പോലെ തന്നെ സെറ്റ് ക്ലാസ്സുകളുമായി മുന്നോട്ട് തന്നെ പോകൂടാ. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.